നമസ്കാരം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ആദ്യം. കേജ്രിവാളിന്റെ കസ്റ്റഡി നീട്ടി. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. 4 ദിവസത്തേക്ക് കൂടി ഇഡിയുടെ കസ്റ്റഡിയിൽ വിട്ട് ഡൽഹി റൌസ് അവന്യൂ കോടതി ഉത്തരവിട്ടു. അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ കോഴ ആവശ്യപ്പെട്ടതിന് തെളിവുണ്ടെന്ന് ഇഡി വാദിച്ചു. കോഴ വാങ്ങിയെങ്കിൽ പണം എവിടെയെന്നാണ് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു ചോദിച്ചത്. കെജ്രിവാളിന്റെ അറസ്റ്റും കോൺഗ്രസിനെതിരായ ആദായനികുതി വകുപ്പിന്റെ നടപടിയും നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്കയുടെ പ്രതികരണത്തിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങളാണ് റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി മുറിയിൽ ഉണ്ടായത്. ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കേജ്രിവാൾ കസ്റ്റഡിയിലിരിക്കെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയെന്ന് കോടതിയിൽ പറഞ്ഞു. കേസിലെ മറ്റ് പ്രതികൾക്കൊപ്പവും മൊഴി നൽകിയ ചില AAP നേതാക്കൾക്കൊപ്പവും കേജ്രിവാളിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചു. ഇക്കാര്യങ്ങൾ മുൻനിർത്തി 7 ദിവസത്തെ കസ്റ്റഡിയാണ് ഇഡി ചോദിച്ചത്. അഭിഭാഷകന് പകരം കേജ്രിവാൾ നേരിട്ട് തന്റെ വാദങ്ങൾ നിരത്തി. 2 വർഷമായി നടക്കുന്ന കേസിൽ താൻ കുറ്റക്കാരനാണെന്ന് ഒരു കോടതിയും കണ്ടെത്തിയിട്ടില്ല. 100 കോടിയുടെ അഴിമതി നടന്നെങ്കിൽ ആ പണം എവിടെയെന്ന ചോദ്യവും കേജ്രിവാൾ ഉന്നയിച്ചു. കേസിൽ മാപ്പുസാക്ഷിയായ P. ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് ഇലക്ട്രൽ ബോർഡിലൂടെ 55 കോടി നൽകിയതും ചൂണ്ടിക്കാട്ടി. ഇതിൽ കോടതി അന്വേഷണത്തിന് നിർദ്ദേശിക്കണമെന്ന് കേജ്രിവാൾ ആവശ്യപ്പെട്ടു. കേജ്രിവാളിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ വാദങ്ങളാണ് ഉണ്ടായതെങ്കിലും കോടതി ഉത്തരവ് പ്രതികൂലമായിരുന്നു. ഏപ്രിൽ 1 വരെയാണ് ഇഡി കസ്റ്റഡിയിൽ കേജ്രിവാളിനെ വിട്ടത്. കേജ്രിവാളിന്റെ അറസ്റ്റ് കോൺഗ്രസിനെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി എന്നിവ നിരീക്ഷിക്കുകയാണെന്നും നീതിയുക്തമായ വിചാരണ വേണമെന്ന ആവശ്യം ആർക്കും തള്ളിക്കളയാനാകില്ലെന്നും US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഇത്തരം പ്രസ്താവനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും പരസ്പര ബഹുമാനമാണ് നയതന്ത്രത്തിന്റെ അടിസ്ഥാനമെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സ്വതന്ത്രമായ നീതിന്യായ സംവിധാനം ഇന്ത്യയുടെ അഭിമാനമെന്നും വിദേശകാര്യ വക്താവ് കൂട്ടിച്ചേർത്തു. കേജ്രിവാൾ വിഷയത്തിൽ നേരത്തെ അമേരിക്ക നടത്തിയ പ്രതികരണത്തിൽ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി ഇന്ത്യ അതൃപ്തി അറിയിച്ചിരുന്നു. 24 ഡൽഹി. കണ്ണൂർ പയ്യാമ്പലത്ത് CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കെമിക്കൽ ഓയിൽ ഒഴിച്ചു. EK നായനാർ, ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ എന്നിവരുടെ സ്മാരക സ്തൂപങ്ങളാണ് വികൃതമാക്കിയത്. പ്രകോപനമുണ്ടാക്കി സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റി തെറ്റായ ദിശയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഉൾപ്പെടെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന കാര്യം ഗൗരവപൂർവം അന്വേഷിക്കണം. തീർച്ചയായിട്ടും ഒരു മകനെന്ന രീതിയിൽ വളരെ വൈകാരികതയോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരുമ്പോൾ ഒരു മകൻ എന്നുള്ള രീതിയിൽ എത്തരത്തിലൊക്കെയാണോ ഒരു വിഷമമുള്ളത് ആ വൈകാരികതയോടും വിഷമത്തോടും കൂടി തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ഇത്തരത്തിലെ ഒന്നുമല്ല രാഷ്ട്രീയം. നമ്മളൊരു പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഈ ചെയ്തവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ വളരെ വിഷമിച്ച് എന്നെ ഇപ്പം വരുമ്പോഴും നീ പോയി കണ്ടിട്ട് വാ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചിത്രമൊക്കെ കണ്ടോ? കോടിയേരിയുടെ കണ്ടപ്പോൾ കരഞ്ഞിരിക്കുകയാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരായിരുന്നത്. സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനാണ് മേൽനോട്ട ചുമതല. ACP സിബി ടോം ആണ് അന്വേഷണ തലവൻ. 11 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയത്. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ആസൂത്രിതമായ ഗൂഢാലോചന എന്നതാണ് പാർട്ടിയുടെ പ്രതികരണം. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുജ, പയ്യാമ്പലത്ത് രാഷ്ട്രീയ ഭേദമന്യേ വ്യത്യസ്ത നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളുണ്ട്. പക്ഷേ CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് രാസദ്രാവകം ഒഴിച്ചിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. കോടിയേരി ബാലകൃഷ്ണന്റെ ഗ്രാനൈറ്റിൽ കൊത്തിയ ചിത്രം പൂർണ്ണമായും വികൃതമാക്കിയിട്ടുണ്ട്. അങ്ങനെ 4 പ്രമുഖ CPIM നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി EK നായനാർ, ഒപ്പം ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, O ഭരതൻ എന്നിങ്ങനെ 4 നേതാക്കളുടെ സ്തൂപങ്ങളിൽ മാത്രമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് ഈ രാസലായനി ഒഴിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. ഈ സ്മൃതി കുടീരങ്ങളുള്ള ആ ഭാഗത്ത് CCTV ഇല്ല. അതേസമയം ബീച്ചിൻ്റെ പ്രവേശന കവാടങ്ങളിൽ CCTV ഉണ്ട്. ആ ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം ആസൂത്രിതമായി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം
എന്നിവ അങ്ങനെ ഒരു സാധ്യത വിശദമായി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതേസമയം ഈ കവാടങ്ങളിലെ CCTVയും മറ്റും ശേഖരിച്ചിട്ടുണ്ട്. സംശയ നിവാരണത്തിനും മറ്റുമായും ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ ACP CBK ടോമിനാണ് ചുമതല. 11-അംഗ സംഘമാണ്. പ്രത്യേക സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. CPIM പറയുന്നത് തിരഞ്ഞെടുപ്പ് കാലമാണ്, അങ്ങനെ ഭീതി പൂണ്ടവർ ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ. അതിന് പിന്നിൽ ഒരു ആസൂത്രിതമായ ലക്ഷ്യമുണ്ട്, കലാപം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട്, സമാധാന അന്തരീക്ഷം തകർക്കാനൊക്കെയുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിനിടെ UDF സംഘവും കണ്ണൂർ DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള UDF സംഘവും സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തുകയും വിശദമായ അന്വേഷണം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും ഒക്കെ പരിശോധന നടത്തി. ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ അതൊരു രാസദ്രാവകമാണ് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. വിശദമായ പരിശോധന ഫലം കൂടിയും വരാനിരിക്കുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സ്തൂപങ്ങളിൽ മാത്രം, അതായത് CPM നേതാക്കളുടെ സ്തൂപങ്ങളിൽ മാത്രം രാസദ്രാവകം ഒഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതുമായി എത്തിയ ആളാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ഏതാണ്ട് ഒരു 11:30 മാത്രമാണ് ചിലരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ പിന്നീട് CPM നേതാക്കളെ അറിയിക്കുകയും സംഭവം പുറത്തറിയുകയും ചെയ്യുന്നത്. ആ ഘട്ടം മുതൽ പോലീസ് അതിൽ വിശദമായ പരിശോധനയിലേക്ക് കടന്നിട്ടുണ്ട്. അതേസമയം എന്താണ് ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ, അതല്ല ഇത്തരം കലാപശ്രമത്തിന് വേണ്ടിയുള്ള ശ്രമമാണോ, അതിൽ എന്തെല്ലാം തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അതൊക്കെ വിശദമായ പരിശോധനയിലൂടെ പുറത്തു വരേണ്ടതാണ്. ഈ ഘട്ടത്തിൽ അതായത് CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായി അവർ കാണുന്ന സ്ഥലവും സ്മൃതി കുടീരങ്ങളും നേതാക്കളും ഒക്കെയാണ്. അത്തരം പ്രാധാന്യമൊക്കെ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ ഗൗരവത്തോടു കൂടി തന്നെ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും നിലയ്ക്കൊരു സൂചനയിലേക്ക് പോലീസ് ഈ ഘട്ടത്തിൽ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ മേഖലയിലെ ഏറെക്കുറെ ഒരു അക്രമം നടന്ന സമയം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് എന്നതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. ആ സമയം കണക്കാക്കി ആ ഭാഗത്തേക്ക് കടന്നിരിക്കാൻ ഇടയുള്ള ആളുകളുടെ CCTV ദൃശ്യങ്ങൾ സമീപത്തെ വിവിധ കെട്ടുകളിൽ നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദമായ പ്രോസസ്സിംഗ് നടക്കുന്നു, പരിശോധന നടക്കുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നിഗമനം പോലീസ് പറയുന്നില്ല. പക്ഷേ ഇതിന് പിന്നിൽ ആസൂത്രിത ലക്ഷ്യമുണ്ട്. ആസൂത്രിതമായി തന്നെ രാസലായനിയുമായി അവിടെ കടന്നെത്തി ആക്രമണം നടത്തിയതാണ് എന്ന് വ്യക്തമാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. മറ്റ് കൂടുതൽ, അതായത് ഇതിന്മേൽ വിശദമായ അന്വേഷണം നടക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്കാണ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നത്. CPM നേതാക്കളോട് സ്മൃതി കുടീരത്തിൽ അതിക്രമം നടത്തിയ വിഷയത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. പ്രാഥമിക നിഗമനം എന്ന തരത്തിലേക്ക് ഒരു വിവരവും ഈ ഘട്ടത്തിൽ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, വിവാദ തീരുമാനം പിൻവലിച്ചു. ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി റദ്ദാക്കിക്കൊണ്ടുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ. ദുഃഖവെള്ളിയും ഈസ്റ്ററും അവധി ദിവസമായിരിക്കുമെന്നും ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുമെന്നും കാട്ടിയാണ് പുതിയ ഉത്തരവ്. ഈസ്റ്റർ പ്രവൃത്തി ദിനമാക്കുന്നതിനെതിരെ കേരളത്തിൽ നിന്നടക്കം കടുത്ത പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഈസ്റ്റർ ദിനത്തിലെ ഔദ്യോഗിക അവധി പിൻവലിച്ച് മണിപ്പൂർ സർക്കാർ ഇന്നലെ ഇറക്കിയ ഉത്തരവാണ് വിവാദമായത്. ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദമുയർന്നതോടെ തീരുമാനം പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുകയായിരുന്നു. സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അവധി റദ്ദാക്കിയിരുന്നത്. എന്നാൽ കേരളത്തിലടക്കം ശക്തമായ പ്രതിഷേധമുയർന്നു. ക്ലിയർ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ് എങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കാൻ പറ്റും. നമ്മൾ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂരിലെ മുറിവുകൾ എങ്ങനെയെങ്കിലും ഉണങ്ങണമല്ലോ, ഒരു സ്റ്റേറ്റ് ഇങ്ങനെ കത്താൻ പാടില്ലല്ലോ, നാളെ എല്ലാ ഭാഗത്തും ഇത് പടരാൻ സാധ്യതയുണ്ടല്ലോ. തടയേണ്ട സർക്കാർ തന്നെ അത് കൂട്ടാൻ എങ്ങനെയാണ് മാർഗം? അതുപോലെ തന്നെയാണ് നാഗാലാൻഡിൽ ഹോളി വീക്ക് എന്നൊക്കെ പറയുന്നത് പീഡാനുഭവത്തിൻ്റെ വാരമെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴൊക്കെയാണോ പീഡാനുഭവങ്ങളുള്ളത് അതൊരു ഉത്ഥാനത്തിലേക്കുള്ള വഴി തുറക്കാനുള്ള മാർഗങ്ങളായിട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ഇതോടെ BJP നേതാക്കൾ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. വിവാദ തീരുമാനം പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ. അത് ഞാൻ ശക്തമായിട്ട് അതിനെ ഒപ്പോസ് ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ ഗവൺമെൻറ്റിനോട് ഒരു റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്, അത് റീകൺസിഡർ ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ് അത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നാലെ വിവാദ ഉത്തരവ് പരിഷ്കരിച്ച് ശനിയാഴ്ച മാത്രം പ്രവൃത്തി ദിവസമാക്കി പുതിയ ഉത്തരവ് പുറത്തിറക്കി. 24 ഡൽഹി. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും പത്രിക സമർപ്പിച്ചു. ആദ്യ ദിനത്തിൽ വിവിധ മണ്ഡലങ്ങളിലായി 14 പേരാണ് പത്രിക നൽകിയത്. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നേതാക്കളുടെയും അണികളുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് മുന്നണി നേതാക്കൾക്കൊപ്പം എത്തി പത്രിക സമർപ്പിച്ചു. മത്സ്യത്തൊഴിലാളികളാണ് M മുകേഷിന് കെട്ടിവയ്ക്കാനുള്ള തുക കൈമാറിയത്. എൻ്റെ നോമിനേഷൻ വളരെ ആവേശത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ സമർപ്പിച്ചു. ഇനി 1 മാസത്തോളമുണ്ട്. എല്ലാ
സഹാക്കളും പ്രവർത്തകരും അനുഭാവികളും സുഹൃത്തുക്കളുമെല്ലാം ആത്മാർത്ഥമായിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കണം. കാസർകോട്ടെ NDA സ്ഥാനാർത്ഥി ML അശ്വിനി ജില്ലാ കളക്ടർക്ക് പത്രിക നൽകി. 3 സെറ്റ് പത്രികകളാണ് നൽകിയത്. 100% ആത്മവിശ്വാസമാണ്. ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഒരു 40% കഴിഞ്ഞു രണ്ടാം ഘട്ടം. പൊതു അവധികൾ പരിഗണിച്ച് നാളെയും മറ്റന്നാളും അടുത്ത മാസം 1-നും നാമനിർദ്ദേശ പത്രിക നൽകാനാവില്ല. ഏപ്രിൽ 5-നാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 2ാം ഘട്ട വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കേരളമടക്കം 13 സംസ്ഥാനങ്ങളിലെ 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഇതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം ഊർജിതമാക്കി. ഒഡീഷയിൽ ബിജു ജനതാദളിന്റെ 2 MPമാർ BJPയിൽ ചേർന്നു. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് രാജ്യം ബൂത്തിലെത്തുക. ഇന്ന് പ്രസിദ്ധീകരിച്ച വിജ്ഞാപനമനുസരിച്ച് ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാം. ഇതിനായി വിജ്ഞാപനം പുറത്തുവന്ന ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് 2ാം ഘട്ടത്തിലാണ്. 2ാം ഘട്ട വിജ്ഞാപനം കൂടി പുറത്തുവന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണ രംഗത്ത് സജീവമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ BJP റാലികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഒഡീഷയിൽ നിന്നുള്ള BJP MPമാരായ ഭർതൃഹരി മക്തബും സിദ്ധാർത്ഥ് മഹോപാത്രയും ഇന്ന് BJPയിൽ ചേർന്നു. പീലിഭത്തിലെ സിറ്റിംഗ് MP കൂടിയായ വരുൺ ഗാന്ധി തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ പരോക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. താൻ പീലിഭത്തിന്റെ പകരാണെന്നും എല്ലാ കാലവും തന്റെ വാതിലുകൾ പീലിഭത്തിലെ ജനങ്ങൾക്കായി തുറന്നു കിടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മറുവശത്ത് കോൺഗ്രസും മറ്റ് ഇന്ത്യ മുന്നണി ഘടകകക്ഷികളും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കി. കേജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 31-ന് ഡൽഹിയിൽ നടത്തുന്ന റാലി ശക്തി പ്രകടനമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളിൽ സമയബന്ധിതമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകുന്നു. ഡൽഹിയിൽ നിന്ന് R രാധാകൃഷ്ണൻ, 24. മഹാരാഷ്ട്രയിലെ സീറ്റ് തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെന്നും ഇനി ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും സഞ്ജയ് റാവത്ത് 24നോട് പറഞ്ഞു. എന്നാൽ ഈ വാദം തള്ളുകയാണ് കോൺഗ്രസ്. തർക്കപരിഹാരത്തിനായി മഹാവികാസ് അഘാഡി മുംബൈയിൽ യോഗം ചേരുകയാണ്. 17 സീറ്റിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഉദ്ധവിന്റെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചത്. ചർച്ചകൾ തീരും മുമ്പ് ഏകപക്ഷീയമായി പുറത്തിറക്കിയ പട്ടികയെന്നായിരുന്നു വിമർശനം. എന്നാൽ ഒരുമിച്ചെടുത്ത തീരുമാനപ്രകാരമാണ് പട്ടികയെന്നും ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്നും സഞ്ജയ് റാവത്തിന്റെ മറുപടി. 22 സീറ്റ് സേനയ്ക്കും 16 എണ്ണം കോൺഗ്രസിനും 10 എണ്ണം NCPക്കും തീരുമാനിച്ചു കഴിഞ്ഞതാണ്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് പറയാം. Discussions are over and now we are going towards our campaigns and joint rallies, common minimum program. എന്നാൽ റാവത്തിന്റെ വാദങ്ങളെ തള്ളുകയാണ് കോൺഗ്രസ്. ചില മണ്ഡലങ്ങളിൽ തർക്കം തുടരുകയാണെന്ന് 24ന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനുമായ പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു. സേനയുടെ പട്ടികയിലെ ചിലർ യോഗ്യരല്ല. Numbers are not important. We have discussed all 48 seats. There is unanimity on most seats. 1 or 2 seats we have some disagreement. And we are trying to resolve that. സീറ്റ് ചർച്ച നീണ്ടത് പ്രകാശ് അംബേദ്കർ കാരണമാണ്. VBAക്ക് മുന്നിൽ ഇനിയും വാതിൽ അടഞ്ഞിട്ടില്ലെന്നും പൃഥ്വിരാജ് ചവാൻ പറഞ്ഞു. പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്ത് കൂടുതൽ സീറ്റുകൾ നേടുക എന്നതാണ് മഹാവികാസ് അഘാഡി സഖ്യത്തിനുള്ളിലുണ്ടായിരുന്ന പൊതുധാരണ. ആ ധാരണയെ മറികടക്കുന്നതാണ് ശിവസേനയുടെ നീക്കമെന്ന പൊതുവികാരം NCPക്കും കോൺഗ്രസിനുമുണ്ട്. സാഹചര്യം മുതലെടുക്കാനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. മുംബൈയിൽ നിന്നും വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ആദായ നികുതി വകുപ്പിന്റെ നികുതി പുനർനിർണയ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 2017 മുതൽ 2021 വരെയുള്ള റീ അസസ്മെന്റിനെതിരെ നൽകിയ ഹർജികളാണ് തള്ളിയത്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച നടപടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വലിയ തിരിച്ചടിയാണെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. നേരത്തെ 2014, 15, 16, 17 വർഷങ്ങളിലെ റീ അസസ്മെന്റിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൽ ഇടപെടാനാവില്ലെന്ന് നേരത്തെ കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് 4 വർഷത്തെ റീ അസസ്മെന്റിനെതിരെ ഹർജി നൽകിയത്. കോൺഗ്രസ് പാർട്ടി നികുതി അടയ്ക്കാതെ നേടിയ വരുമാനം 520 കോടിയിലധികം രൂപയാണെന്ന് ആദായ നികുതി വകുപ്പ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. മുൻപേ പരിഗണിച്ച കേസിലെ സമാന ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി. ആദായ നികുതി നിയമത്തിന്റെ വ്യവസ്ഥകൾക്ക് എതിരായാണ്
നികുതി പുനർനിർണയം നടക്കുന്നതെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ വാദം കോടതി നിരാകരിച്ചു. കോൺഗ്രസ് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ പ്രവർത്തകരുടെ പണം ഉപയോഗിച്ചാണ് പ്രചാരണം നടത്തുന്നതെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ എമൗണ്ടും സീൽ ചെയ്ത് വെക്കുകയല്ലേ. ഞങ്ങളുടെ ഒരു മുഖ്യ പ്രതിപക്ഷ പാർട്ടിയോട് ഇത്രയും ഒരു വൃത്തികെട്ട സമീപനം ഏത് സർക്കാരാണ് കേന്ദ്രത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്? ഇത് കുറേ ആൾക്കാരെ കാലുമാറ്റാൻ നോക്കി, അതുകൊണ്ട് ഒരു ലക്ഷ്യവും നടക്കുന്നില്ല. അപ്പോഴാണ് എന്നാൽ പിന്നെ പൈസ ചിലവാക്കണ്ട എന്നൊരു സമീപനം എടുത്തിട്ടുള്ളത്. ഇത് വളരെ ക്രൂരമായിട്ടുള്ള സമീപനം, ഞാൻ അത്രയേ പറയുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകരെ തളർത്തിയിട്ടില്ല. ഡൽഹി ഹൈക്കോടതിയിലും തിരിച്ചടി നേരിട്ടതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് കണ്ടെത്താൻ കോൺഗ്രസിന് ഏറെ വിയർക്കേണ്ടി വരും. 24 ഡൽഹി. വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിച്ച് ചാൻസലർ. മുൻ ഹൈക്കോടതി ജഡ്ജി A. ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ. വയനാട് സ്പെഷ്യൽ ബ്രാഞ്ച് റിട്ടയർഡ് DYSP VG കുഞ്ഞൻ അന്വേഷണ കമ്മീഷനെ സഹായിക്കും. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗവർണറുടെ ഈ ഒരു നടപടി? നേരത്തെ അദ്ദേഹം ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നല്ലോ. അനുജ, സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നേരത്തെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുമെന്നതായിരുന്നു ഗവർണർ അറിയിച്ചിരുന്ന കാര്യം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ നേരത്തെ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരുന്നു. സിറ്റിംഗ് ജഡ്ജിയെ ഇതിനുവേണ്ടി അനുവദിക്കണമെന്നതായിരുന്നു പ്രധാനമായും ഹൈക്കോടതിക്ക് മുമ്പിൽ ചാൻസലർ മുന്നോട്ട് വച്ച കാര്യം. നിലവിൽ വിരമിച്ച ജഡ്ജിമാരുടെ ഒരു ലിസ്റ്റ് ചാൻസലർക്ക് ഹൈക്കോടതി കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ ചാൻസലർ തന്നെ നിയമിച്ച ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. മുൻ ഹൈക്കോടതി ജഡ്ജി A. ഹരിപ്രസാദ് ആണ് നിലവിൽ അന്വേഷണ കമ്മീഷനായി നിയമിച്ചിരിക്കുന്നത്. ഒപ്പം വയനാട് സ്പെഷ്യൽ ബ്രാഞ്ച് റിട്ടയർഡ് DYSP VG കുഞ്ഞനെയും ഈ അന്വേഷണ കമ്മീഷന് സഹായിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ ക്യാമ്പസിൽ ഒപ്പം ഈ സർവകലാശാലകളിലടക്കം നടന്ന വീഴ്ചകളാണ് പ്രധാനമായും ഈ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നത്. VCയുടെയും ഡീനിന്റെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ, ഒപ്പം ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലടക്കം എന്തെങ്കിലും പിഴവുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ഈ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നത്. നേരത്തെ തന്നെ ഈ സർവകലാശാല അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്ന് കുടുംബമടക്കം വലിയ ആരോപണം ഉന്നയിച്ചിരുന്നു. ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന വിവിധ തെളിവുകളടക്കം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണത്തിന് തന്നെ ഗവർണർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയമിച്ച ഇപ്പോൾ ചാൻസലർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച വീഴ്ചകളായിരിക്കും അന്വേഷണ കമ്മീഷൻ പരിശോധിക്കുന്നത്. ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ, ക്രൂരമായ മർദ്ദനമടക്കം അന്വേഷണ കമ്മീഷൻ പരിശോധിക്കും. നേരിട്ട് വീണ്ടും ഈ വിദ്യാർത്ഥികളിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തും. ഒപ്പം കോളേജിലെ അധികാരികളെ അടക്കം നേരിട്ട് കണ്ടായിരിക്കും അന്വേഷണ കമ്മീഷൻ മൊഴി രേഖപ്പെടുത്തുക. എന്തായാലും ഈ കുടുംബം നേരത്തെ ഗവർണറെ നേരിട്ട് കണ്ട ഈ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നതടക്കമുള്ള ചില പരാതികൾ നേരത്തെ ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃത്യമായൊരു അന്വേഷണം നടത്തുമെന്നും സിദ്ധാർത്ഥന് നീതി ഉറപ്പാക്കുമെന്നും ഗവർണർ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ കൂടി നിയമിച്ചിരിക്കുന്നത്. നിലവിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും ഇതിന്റെ വിവരങ്ങളടക്കം, ഇതിന്റെ വിജ്ഞാപനം, ഒപ്പം അനുബന്ധ രേഖകളടക്കം ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം CBIക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു അന്വേഷണം കൂടി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട നടക്കുന്നത്. അത് ചാൻസലർ ശരി, ഒരു കാര്യം കൂടി, ഇതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ചാൻസലർ നമുക്ക് പറയാമല്ലോ അല്ലേ പ്രതീഷ്? അനുജ, പ്രധാനമായും നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇതിൽ അന്വേഷണത്തിനായി ഒരു സിറ്റിംഗ് ജഡ്ജിയെ വേണമെന്ന ഒരു ആവശ്യം ഗവർണർ ഹൈക്കോടതിക്ക് മുന്നിൽ വച്ചിരുന്നു. അതിന് പിന്നാലെ ഈ വിരമിച്ച ജഡ്ജിമാരുടെ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൈമാറി എന്നതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുൻ ഹൈക്കോടതി ജഡ്ജി കൂടിയായ ഹരിപ്രസാദിനെ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നു എന്നത് തന്നെ വളരെ ഗൗരവമേറിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു രീതിയിൽ തന്നെ ഗൗരവമുള്ള ഒരു അന്വേഷണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നിലവിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ, വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാൻസലർ. മുൻ ഹൈക്കോടതി ജഡ്ജി A. ഹരിപ്രസാദാണ് അന്വേഷണ കമ്മീഷൻ. പ്രഫുൽ പട്ടേലിനെതിരെ എയർ ഇന്ത്യ അഴിമതി കേസ് അവസാനിപ്പിച്ച CBI. കേസ് അവസാനിപ്പിച്ചതായി കോടതിയിൽ റിപ്പോർട്ട് നൽകി ബൽറാം നെടുങ്ങാടി. വിവരങ്ങളുമായി ബൽറാം, റിപ്പോർട്ടിന്റെ കൂടുതൽ ഉള്ളടക്കം എന്താണ്?
അനുജ, NCP നേതാവ് പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവർ പ്രതി ചേർത്തിരുന്ന എയർ ഇന്ത്യ കരാർ അഴിമതി കേസാണ് CBI അവസാനിപ്പിച്ചിരിക്കുന്നത്. 7 വർഷത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇവരെല്ലാം തന്നെ ഈ കേസിൽ അഴിമതി നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കോടതിയിൽ CBI സമർപ്പിച്ചിരിക്കുന്നത്. 2006-ൽ എയർ ഇന്ത്യക്കായി വിമാനങ്ങൾ വിദേശ കമ്പനികളിൽ നിന്നും സ്വകാര്യ കമ്പനികളിൽ നിന്നും വാടകയ്ക്ക് എടുത്തതുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയിലാണ് ഈ CBI അന്വേഷണം നടത്തിയത്. 2007 ജൂലൈയോടുകൂടി എയർ ഇന്ത്യയുടെ പുതിയ വിമാനങ്ങൾ വരാനിരിക്കെ 2006 അവസാനത്തോടുകൂടി വാടകയ്ക്കായി വിമാനങ്ങൾ കൊണ്ടുവരികയായിരുന്നു. മതിയായ സ്റ്റാഫ് അടക്കം ഈ വിമാനം പ്രവർത്തിക്കാനുള്ള സൗകര്യങ്ങൾ നിലവിലില്ലാത്ത ഘട്ടത്തിലായിരുന്നു ഈ വിമാനങ്ങൾ കരാറിനായി പാട്ടത്തിനായി എടുത്തത്. വ്യോമയാന പ്രഫുൽ പട്ടേലിനെതിരായ എയർ ഇന്ത്യ അഴിമതി കേസാണ് CBI അവസാനിപ്പിച്ചത്. ഇനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.